കൊല്ലം നിലമിയലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ SFIയുടെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. ഗവർണർ കാറിൽ നിന്ന് പുറത്തിറങ്ങി, തന്റെ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി പോലീസുകാരെ ആക്രോശിച്ചു. I won't go back. This is your property. How to go? Unless you understand. നാടകീയ സംഭവങ്ങളാണ് കൊല്ലം നിലമേൽ നടു റോഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഗവർണർ വരുന്നു. ഗവർണറുടെ വാഹന വ്യൂഹത്തിന് നേരെ SFI പ്രവർത്തകർ കരിങ്കൊടി കാട്ടുന്നു. ഗവർണർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്ന പോലീസിനെ ആക്രോശിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നു. വിവരങ്ങൾ നൽകാൻ സെയ്ഫ് സൈലാദ്ദീൻ ചേരുകയാണ്. സെയ്ഫ്, നേരത്തെ സംഭവിച്ചത് എന്തോ അത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. രേഷ്മ, ഈ ഗവർണറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിശയോക്തിപരമായി വേണമെങ്കിൽ അസാധാരണമെന്ന് പറയാം. പക്ഷെ അതിശയോക്തി നിറഞ്ഞ അസാധാരണമെന്ന് പറയേണ്ട കാര്യം ഇതിനകത്ത് ഇല്ല എന്ന് തോന്നുന്നു. കാരണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം സാധാരണമാണ് ഇപ്പോൾ കേരള ജനതയ്ക്ക് മുന്നിൽ. ഒരു വിദ്യാർത്ഥി സംഘടന പ്രതിഷേധം കഴിഞ്ഞ് കുറെ കാലങ്ങളായിട്ട് നടത്തുന്നതാണ്. കുറെ കാലങ്ങളായിട്ട് സമരം നടത്തുന്നതിന്റെ ഭാഗമായി അദ്ദേഹം സഞ്ചരിക്കുന്ന വഴികളിലെല്ലാം ഇവർ കരിങ്കൊടി കാട്ടുകയും ബാനർ ഉയർത്തുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അത് നേരത്തെ പേട്ടയിൽ, തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴി പേട്ടയിൽ വെച്ച് അദ്ദേഹം സമാനമായ രീതിയിൽ ഇറങ്ങി പ്രതിഷേധം രേഖപ്പെടുത്തിയതാണ്. ഇനിയും താൻ പുറത്തിറങ്ങും എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനിടയിൽ നടന്ന പ്രതിഷേധങ്ങൾക്കൊന്നും അദ്ദേഹം പുറത്തിറങ്ങി പ്രതിഷേധിക്കുന്നത് കണ്ടിട്ടില്ല. ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് കേരള സർക്കാരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. നയപ്രഖ്യാപന പ്രസംഗം ചുരുക്കുന്നു, 1 മിനിറ്റിൽ ചുരുക്കുന്നു. മുഖ്യമന്ത്രിയോട് മുഖം കൊടുക്കാതെ ഇരിക്കുന്നു. മുഖ്യമന്ത്രിയിൽ നിന്ന് ബൊക്ക വാങ്ങിയിട്ടും അത് മുഖത്ത് നോക്കാതെ ഇരിക്കുന്നു. ഇന്നലെ റിപ്പബ്ലിക് ദിന ചടങ്ങിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. അതിനുശേഷമാണ് CPM ഈ വിഷയത്തിൽ നിലപാട് ഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഗവർണർ നിലവിട്ട് പെരുമാറുന്നു എന്ന കടുത്ത വിമർശനങ്ങൾ ഇന്നലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ചിരുന്നു. ഗവർണർ ഇങ്ങനെ തുടർച്ചയായി പൊതുവേദിയിലടക്കം മുഖ്യമന്ത്രി അവഗണിക്കുന്നതിൽ കടുത്ത നിലപാട് സ്വീകരിച്ച് ഗവർണർക്കെതിരായ രാഷ്ട്രീയ പ്രതിഷേധം ശക്തമാക്കാൻ വേണ്ടി CPM തീരുമാനമെടുത്തിരുന്നു. SFIയുടെ പ്രതിഷേധം കടുപ്പിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം വർഗ ബഹുജന സംഘടന എന്ന നിലയിൽ, വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ SFIക്ക് CPM നേതൃത്വം നൽകിയിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് SFI നീങ്ങിയത്. അങ്ങനെ പ്രതിഷേധം തനിക്കെതിരെ ഘടിപ്പിക്കുമ്പോൾ താനും പിന്നോട്ട് പോകില്ല എന്ന കൃത്യമായ സന്ദേശം SFIക്കും CPMനും നൽകിക്കൊണ്ടാണ് ഇപ്പോൾ പുറത്തിറങ്ങിക്കൊണ്ടുള്ള പ്രതിഷേധം അദ്ദേഹം സംഘടിപ്പിക്കുന്നത്. ഇത് Z+ കാറ്റഗറി സുരക്ഷയുള്ള ആളാണ് ഗവർണർ. കേരളത്തിന്റെ ഭരണത്തലവനാണ്, കേരളത്തിന്റെ ഒന്നാമത്തെ ആളാണ് അദ്ദേഹമാണ്. ഇപ്പോൾ നട റോഡിൽ SFIക്കാർക്കെതിരെ കേസെടുക്കാതെ കയറില്ല എന്ന
നിർബന്ധം പിടിച്ചുകൊണ്ട് ഇരിക്കുന്നത്. പോലീസുകാർക്ക് മറ്റു മാർഗങ്ങൾ ഉണ്ടാകില്ല. സ്വാഭാവികമായിട്ട് കേസെടുത്ത് മുന്നോട്ട് പോവുക മാത്രമായിരിക്കും പോലീസിന് മുന്നിലുള്ള മാർഗം. വരും സമയങ്ങളിൽ എന്തായാലും കേസെടുത്ത് അദ്ദേഹത്തെ അനുനയിപ്പിച്ച് വിടുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി പോലീസിനുണ്ട്. കാരണം സുരക്ഷാ വീഴ്ച എന്തെങ്കിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് സമാധാനം പറയേണ്ടതും ഈ സംസ്ഥാന സർക്കാരും പോലീസും തന്നെയായിരിക്കും. ഇനി ഏതെങ്കിലും തരത്തിലുള്ള അക്രമത്തിലേക്കും മറ്റും പോവുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നു എന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗവർണർക്ക് കേന്ദ്രത്തെ സമീപിക്കാനുള്ള ഒരു വഴി കൂടി ഇതുവഴി കാണുകയാണ്. നേരത്തെ മിഠായി തെരുവിൽ ഇറങ്ങിയപ്പോൾ ഇതേ രീതിയിൽ മിഠായി തെരുവിൽ ഇറങ്ങി കടകളിൽ കയറിയപ്പോൾ തന്നെ മുഖ്യമന്ത്രി ചില പ്രതികരണം ആ സാധ്യത തന്നെയാണോ സേഫ് ഇവിടെ ഗവർണർ ഉദ്ദേശിക്കുന്നത്? നോക്കൂ, സാധാരണ ഇസഡ് കാറ്റഗറി സുരക്ഷയാണ് നൽകുന്നത്. ഈ പൗരത്വ പ്രക്ഷോഭ സമയത്ത് പ്രതിഷേധങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇസഡ് പ്ലസിലേക്ക് അദ്ദേഹത്തെ അതീവ സുരക്ഷ ഇതിൽ കാറ്റഗറിയിലേക്ക് മാറ്റിയത്. അങ്ങനെയുള്ള ഗവർണർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഈ റോഡിലേക്ക് വരുന്നത് പോലീസിനെ സംബന്ധിച്ച് വലിയ തലവേദനയാണ്. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം തന്നെ പ്രകോപനം സൃഷ്ടിക്കുമ്പോൾ പോലീസിനും അത് വലിയ തലവേദനയാണ്. എന്താണ് ഗവർണർ ഉദ്ദേശിക്കുന്നത്? സൈഫു പറഞ്ഞതുപോലെ ഇവിടെ ക്രമസമാധാന നില തകർന്നിരിക്കുന്നു എന്ന കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ അങ്ങനെ ഒരു വശമുണ്ട് എന്ന ഒരു പറച്ചിൽ പറയാൻ വേണ്ടിയാണോ? രേഷ്മ, അതിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഉദ്ധരിച്ച് നമുക്ക് സംസാരിക്കാമെന്ന് തോന്നുന്നു. മുഖ്യമന്ത്രിയുടെ ഒരു വാർത്താ സമ്മേളനത്തിൽ ഇതേ ചോദ്യം നമ്മൾ ഉന്നയിച്ചിരുന്നു, മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചിരുന്നു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി, മുഖ്യമന്ത്രിയോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ഈ ക്രമസമാധാന നില തകർന്നു എന്ന തരത്തിൽ വ്യാഖ്യാനം ഉണ്ടാക്കാൻ വേണ്ടിയാണോ ഗവർണർ ഇങ്ങനെ ചെയ്യുന്നത് എന്ന ചോദ്യമായിരുന്നു മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് വന്നത്. മുഖ്യമന്ത്രി അതിന് നൽകിയ മറുപടി, അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയുകയുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു ആൾക്കാർ വല്ലാത്ത രീതിയിൽ പ്രതികരിച്ചാൽ അത് ക്രമസമാധാന നില തകർന്നു എന്ന് വേണമെങ്കിൽ കേന്ദ്രത്തോട് പറയാം എന്ന ചിന്ത അദ്ദേഹത്തിന് ഉണ്ട് എന്ന് മറ്റാരെങ്കിലും ചിന്തിച്ചാൽ അതിനകത്ത് തെറ്റ് പറയാൻ കഴിയില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത് ഗവർണർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടോ എന്ന് താൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തെറ്റ് പറയാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. ഇപ്പോൾ ഗവർണർ അവിടെ റോഡ് സൈഡിൽ ഇരിക്കുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ റോഡ് സൈഡിൽ ഗവർണർ ഇരിക്കുമ്പോൾ ഈ പ്രതിഷേധത്തിൽ നിന്ന് SFI പിന്നോട്ട് പോകുന്നില്ല, ഏതെങ്കിലും തരത്തിൽ അക്രമത്തിലേക്കും മറ്റും വഴിമാറുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഗവർണർക്ക് ഈ പറഞ്ഞ രീതിയിൽ വേണമെങ്കിൽ കേന്ദ്രത്തെ സമീപിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നു, ഭരണത്തലവനായ തനിക്ക് പോലും റോഡിലിറങ്ങി യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തിന് വ്യാഖ്യാനിക്കാം. അതുകൊണ്ട് SFI പ്രതിഷേധം ഇനി എങ്ങനെ തുടർന്നു കൊണ്ടുപോകും എന്നൊരു കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പോലീസിന് എന്തായാലും ഇക്കാര്യത്തിൽ വലിയ തലവേദന തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ സുരക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടാവുകയാണെങ്കിൽ അതിന് സമാധാനം പറയേണ്ട അവസ്ഥയിലേക്ക് നോക്കൂ, കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിന്റെ സർവകലാശാലകളിൽ ഗവർണർക്ക് നേരെ ഉയർന്ന പ്രക്ഷോഭ പരിപാടികൾ നമ്മൾ കണ്ടതാണ്. സംഘി ഗവർണർ ഗോ ബാക്ക് മുദ്രാവാക്യങ്ങൾ ഉയർത്തി, പ്ലക്കാർഡുകൾ ഉയർത്തി, പ്രതിഷേധ ബാനറുകൾ ഉയർത്തി. വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ അടക്കം ഉയർത്തിയത്. ഇപ്പോൾ ആ പ്രതിഷേധങ്ങൾക്ക് ശേഷം കുറച്ച് ദിവസം ഈ പ്രതിഷേധങ്ങൾക്ക് ഒരു അയവ് വന്നിരുന്നു. ഗവർണറുടെ ഭാഗത്തു നിന്നും വലിയ പ്രതികരണങ്ങളൊന്നും കണ്ടില്ല. അതിനുശേഷം കഴിഞ്ഞ ദിവസം നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഗവർണർ എത്തുന്നു. അസാധാരണമായി 1 മിനിറ്റ് മാത്രം പ്രസംഗിച്ച് അദ്ദേഹം മടങ്ങുന്നു. അതിനുശേഷം ഇന്നലെ റിപ്പബ്ലിക് ദിന പരിപാടിയിൽ എത്തുന്നു. മുഖ്യമന്ത്രി മുഖം കൊടുക്കുന്നില്ല, പോകുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഈ പുറത്തിറങ്ങൽ. അതെ, ഇന്നത്തെ ഈ പുറത്തിറങ്ങലിനും ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നു രേഷ്മ. ഇന്നത്തെ ഈ പുറത്തിറങ്ങൽ അത് ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് മിണ്ടാതെ പോകുന്നു. അതിനുശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ CPM ഈ വിഷയത്തിൽ നിലപാട് ഘടിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കുന്നു. ഗവർണർക്കെതിരായ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നു. ഇനി വേണമെങ്കിൽ ഡൽഹി സമരത്തിന് ശേഷം പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുന്ന കാര്യം CPM ആലോചിക്കുന്നു. എന്നാൽ താനും പിന്നോട്ട് പോകുന്നില്ല എന്ന സന്ദേശം അദ്ദേഹം നൽകുകയാണോ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് സംശയിച്ചാലും തെറ്റില്ല. താൻ ഇനി ഏതെങ്കിലും തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന സൂചന, അത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന സൂചന പല ഘട്ടങ്ങളിലും ഗവർണർ നൽകിയിട്ടുണ്ട്. അത് ബില്ലുകളിൽ ഒപ്പിടാതെ നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയോട് പിണക്കം കാണിച്ച് താൻ പിന്നോട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നയപ്രഖ്യാപന പ്രസംഗം 1 മിനിറ്റിൽ ഒതുക്കിക്കൊണ്ട് തന്റെ പ്രതിഷേധം അദ്ദേഹം രേഖപ്പെടുത്തി. അദ്ദേഹം ഇങ്ങനെ പ്രതിഷേധങ്ങൾ തുടർച്ചയായി രേഖപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. പക്ഷേ ഇതിലൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ആദ്യമായിട്ടല്ല കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുന്നത്. അത് എല്ലാ കാലത്തും പ്രതിഷേധങ്ങൾ അതിന്റെ ആ സ്വഭാവത്തിന്റെ രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട്. ഇപ്പോ മുഖ്യമന്ത്രി നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ബസ് യാത്ര ചെയ്യുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതിപക്ഷ ഈ LDF എന്ന് പറയുന്ന സംവിധാനം പ്രതിപക്ഷത്തിരുന്നപ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഗവർണർക്കെതിരെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ഗവർണർക്കെതിരെ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് അല്ലെങ്കിൽ സംഘടനകൾക്ക് പ്രതിഷേധം ഇങ്ങനെ തെരുവിലിറങ്ങിയ പ്രതിഷേധം ഗവർണർക്കെതിരെ സംഘടിപ്പിക്കേണ്ടി വരുന്നത് അസാധാരണമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് കാണാം.
കാരണം അതിനത് കൃത്യമായ രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട്. സംഘപരിവാർ വൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു സർവകലാശാലകളെ എന്നുള്ള രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അങ്ങനെ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോഴും ആ പ്രതിഷേധത്തിന് മുന്നിൽ താൻ മുട്ടുമടക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പക്ഷെ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ഇരിക്കാൻ എങ്ങനെയാണോ എന്ന ചോദ്യം CPM അടക്കം ചോദിക്കുന്നുണ്ട്. കാരണം ഇത്രയും സുരക്ഷയുള്ള ഒരാൾ, കേരളത്തിന്റെ ഒന്നാമത്തെ ആളായി അറിയപ്പെടുന്ന അല്ലെങ്കിൽ ആളായ ഗവർണർ നടു റോഡിലിറങ്ങി വിദ്യാർത്ഥികൾക്ക് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ട് ഇങ്ങനെ അവരെ അറസ്റ്റ് ചെയ്യാതെ താൻ പോകൂ എന്ന് നിർബന്ധം പിടിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ എങ്ങനെ നേരിടും, പോലീസ് എങ്ങനെ നേരിടും എന്നുള്ള ചോദ്യം അത് വരും സമയങ്ങളിലാണ് അതിന്റെ ഉത്തരം കിട്ടേണ്ടത്. ശരി, സെയ്ഫ് പറഞ്ഞതുപോലെ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഇത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ കേരളത്തിൽ ഇന്നതൊരു അസാധാരണ സംഭവമായി തോന്നുന്നില്ല. കാരണം എപ്പോഴും ഇത് തന്നെയാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്.